നമസ്കാരം, വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ സ്വരാജ് ട്രോഫി എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയാണ്. ഡയറക്റ്റ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മുൻപ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സ്വരാജ് ട്രോഫി. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ടും അതിന്റെ ബേസിക് ആയിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. സ്വരാജ് ട്രോഫി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പല കാറ്റഗറിയിലായിട്ട് പ്രഖ്യാപിക്കും. നമുക്ക് ഏറ്റവും താഴെ തട്ടിൽ തുടങ്ങാം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്, 1-2 സ്ഥാനങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം എളവള്ളി, തൃശ്ശൂർ. അപ്പൊ ഒന്ന് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, രണ്ടൊന്നും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. മനസ്സിലത് ആ ഒരു വേർഡ് കർത്തോണം, ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ ഈ സ്ഥലം അറിയാവുന്നവർക്കൊക്കെ അത് വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് അത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോ ഒന്നാം സ്ഥാനം ഏതാണ്? ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം എളവള്ളി, തൃശ്ശൂർ. ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞാൽ അടുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേമം, തിരുവനന്തപുരം ജില്ലയിലാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് നേമം. അപ്പം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? നേമം, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം കൊടകര, തൃശ്ശൂർ. കൊടകര എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഏതൊക്കെ വന്നു? നേമം, തിരുവനന്തപുരം, കൊടകര, തൃശ്ശൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് കൊല്ലവും, രണ്ടാം സ്ഥാനത്ത് കണ്ണൂരും. മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കൊല്ലം, രണ്ടാം സ്ഥാനം കണ്ണൂർ. ആദ്യ കാറ്റഗറിയിൽ പഠിക്കേണ്ടത് ഈ 3 അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം എളവള്ളി, തൃശ്ശൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേമം, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം കൊടകര, തൃശ്ശൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കൊല്ലം, രണ്ടാം സ്ഥാനം കണ്ണൂർ. ഒന്നാം സ്ഥാനം കൊല്ലം, രണ്ടാം സ്ഥാനം കണ്ണൂർ. ക്ലിയർ ആണല്ലോ? അപ്പോ മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം, തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഫസ്റ്റ് കാറ്റഗറിയിൽ അത് പഠിക്കണം. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് മികച്ച ഗ്രാമപഞ്ചായത്തിൽ 2ാം സ്ഥാനം ലഭിച്ചത് എളവള്ളി, തൃശ്ശൂരിനാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ 2ാം സ്ഥാനം ലഭിച്ചത് കൊടകര, തൃശ്ശൂരിനാണ്. മികച്ച ജില്ലാ പഞ്ചായത്തിൽ 2ാം സ്ഥാനം ലഭിച്ചത് കണ്ണൂരിനാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റി. ഒന്നാം സ്ഥാനം ഗുരുവായൂരും, രണ്ടാം സ്ഥാനം മട്ടന്നൂരുമാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? ഗുരുവായൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. രണ്ടാം സ്ഥാനം മട്ടന്നൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. മികച്ച കോർപ്പറേഷൻ ഏത് കോർപ്പറേഷൻ ആണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ 5 കാറ്റഗറിയിലുള്ളതാണ് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ഉഴമലയ്ക്കൽ, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം എളവള്ളി, തൃശ്ശൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേമം, തിരുവനന്തപുരം. രണ്ടാം സ്ഥാനം കൊടകര, തൃശ്ശൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കൊല്ലം, രണ്ടാം സ്ഥാനം കണ്ണൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ഗുരുവായൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ഏതാണ്? ഗുരുവായൂർ. രണ്ടാം സ്ഥാനം മട്ടന്നൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. ഇനി ലൈഫ് മിഷൻ അവാർഡ്. അപ്പൊ ഈ സ്വരാജ് ട്രോഫി പ്രഖ്യാപിക്കും, അഡീഷണൽ ആയിട്ട് ഇപ്പൊ പല അവാർഡുകളും പ്രഖ്യാപിക്കാറുണ്ട്. ലൈഫ് മിഷൻ നമുക്കറിയാം 2016 മുതൽ കേരള സർക്കാർ നടപ്പാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് എന്ത്? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെന്റ്. അപ്പൊ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട്. മികച്ച ഗ്രാമപഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കുമാണ്. ലൈഫ് മിഷൻ അവാർഡിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ചേർത്തല തെക്ക്, ആലപ്പുഴ. ലൈഫ് മിഷൻ അവാർഡാണ്, ശ്രദ്ധിച്ചോണം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ചേർത്തല തെക്ക്, ആലപ്പുഴ. രണ്ടാം സ്ഥാനം കൊപ്പം, പാലക്കാട്. അപ്പോൾ ലൈഫ് മിഷൻ അവാർഡാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ചേർത്തല തെക്ക്, ആലപ്പുഴ. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ചേർത്തല തെക്ക്, ആലപ്പുഴ. രണ്ടാം സ്ഥാനം കൊപ്പം, പാലക്കാട്. രണ്ടാം സ്ഥാനം ആർക്കാണ്? കൊപ്പം, പാലക്കാട്. മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ആലപ്പുഴ. മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ആർക്കാണ്? ആലപ്പുഴ. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം. ക്ലിയർ ആണല്ലോ? അപ്പോൾ
ലൈഫ് മിഷൻ അവാർഡ് മികച്ച ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം ചേർത്തല തെക്ക് ആലപ്പുഴ, രണ്ടാം സ്ഥാനം കൊപ്പം പാലക്കാട്. മികച്ച മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനം ആലപ്പുഴ, രണ്ടാം സ്ഥാനം തിരുവനന്തപുരം. അത് പ്രത്യേകം പഠിച്ചോണം. ഇനി അടുത്തത് തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരങ്ങൾ. തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിനുള്ള പുരസ്കാരമാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് എടവക വയനാട്. ശ്രദ്ധിച്ചോണം. അപ്പൊ ആദ്യം നമ്മൾ സ്വരാജ് ട്രോഫി പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ ലൈഫ് മിഷൻ അവാർഡ് പഠിക്കുന്നു, അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരങ്ങൾ. അത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എത്രത്തോളം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന്. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് എടവക വയനാട്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എടവക വയനാട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം. നമ്മൾ ഓൾറെഡി പലതവണ കേട്ടിട്ടുള്ള സ്ഥലമാണ് പെരുങ്കടവിള തിരുവനന്തപുരം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എടവക വയനാട്. എടവക വയനാട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം. അപ്പൊ ഇന്ന് നമുക്കറിയാം നഗരപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. അപ്പം തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരങ്ങളിൽ എന്തൊക്കെ വരും? ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തേ വരുന്നുള്ളൂ. ഇനി അയ്യങ്കാളി പുരസ്കാരമാകുമ്പോൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. മികച്ച മുനിസിപ്പാലിറ്റി ഷൊർണൂറും മികച്ച കോർപ്പറേഷൻ കൊല്ലവുമാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം അതായത് നഗരപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പുരസ്കാരമാണ്. മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? ഷൊർണൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഷൊർണൂർ. മികച്ച കോർപ്പറേഷൻ ഏതാണ്? കൊല്ലം കോർപ്പറേഷൻ ആണ്. അപ്പൊ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും വേർതിരിച്ച് പഠിക്കണം. ആദ്യം ഈ പറഞ്ഞ സ്വരാജ് ട്രോഫി കൃത്യമായിട്ട് പഠിക്കണം. അതിനുശേഷം ലൈഫ് മിഷൻ അവാർഡ്. ലൈഫ് മിഷൻ അവാർഡ് വരുമ്പോൾ ഓർത്തോണം ഗ്രാമപഞ്ചായത്തും അതുപോലെ മുനിസിപ്പാലിറ്റി 2 കാറ്റഗറിയിലാണ് അവാർഡ് കൊടുക്കുന്നത്. അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരങ്ങൾ നോർമൽ കേസിൽ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും കൊടുക്കും. മഹാത്മാ അയ്യങ്കാളി ആകുമ്പോൾ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും പുരസ്കാരം കൊടുക്കും. ക്ലിയർ ആണല്ലോ. ഇനി ട്രൈബൽ പ്ലസ് പദ്ധതിയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് അഗളി പാലക്കാട്. ട്രൈബൽ പ്ലസ് കേട്ടിട്ടുണ്ടല്ലോ, പട്ടികവർഗ വിഭാഗത്തിലൊക്കെ പെട്ട തൊഴിലാളികൾക്ക് 150 ദിവസം വരെ തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രൈബൽ പ്ലസ് പദ്ധതിയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി മാറിയത് അഗളി പാലക്കാട്. ഇതും നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രൈബൽ പ്ലസ് പദ്ധതിയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അഗളി പാലക്കാട്. അത് പട്ടികവർഗ മേഖലയിലെ പ്രവർത്തന മികവിന് നൽകുന്ന പുരസ്കാരമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയുമാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സ്വരാജ് ട്രോഫി പഠിക്കുന്നു. മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം എളവള്ളി തൃശൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം കൊടകര തൃശൂർ. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, രണ്ടാം സ്ഥാനം കണ്ണൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, രണ്ടാം സ്ഥാനം മട്ടന്നൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അങ്ങനെ 5 കാറ്റഗറി അത് പഠിക്കുന്നു. അതിനുശേഷം ലൈഫ് മിഷൻ അവാർഡാണ്. ലൈഫ് മിഷൻ അവാർഡ് 2 കാറ്റഗറിയിലാണ്. ഗ്രാമപഞ്ചായത്തിനും വരും മുനിസിപ്പാലിറ്റിയിലും വരും. മികച്ച ഗ്രാമപഞ്ചായത്തിൽ 1ാം സ്ഥാനം ചേർത്തല തെക്ക് ആലപ്പുഴയും, 2ാം സ്ഥാനം കൊപ്പം പാലക്കാടുമാണ്. മികച്ച മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം ആലപ്പുഴയ്ക്കും, 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനുമാണ്. പിന്നെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി പുരസ്കാരം. തൊഴിലുറപ്പ് പദ്ധതി ആകുമ്പോൾ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും വരും. മികച്ച ഗ്രാമപഞ്ചായത്ത് എടവക വയനാട്, ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം. ഇനി തൊഴിലുറപ്പ് പദ്ധതി തന്നെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. അവിടെ ആകുമ്പോൾ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും വരും. മികച്ച മുനിസിപ്പാലിറ്റി ഷൊർണൂറും മികച്ച കോർപ്പറേഷൻ കൊല്ലവും. പിന്നെ ട്രൈബൽ പ്ലസ് പദ്ധതി അത് പട്ടികവർഗ മേഖലയ്ക്കാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിനാണ് അഗളി പാലക്കാട്. ഇത്രയും പോയിന്റ്സ് ആണ് കൃത്യമായി പഠിക്കേണ്ടത്. ഇനി ഈ സ്വരാജ് ട്രോഫിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ: സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന് 50 ലക്ഷം രൂപയാണ് ലഭിക്കുക. നമ്മളിപ്പോൾ 1-2 സ്ഥാനങ്ങളാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചത്. 2ാം സ്ഥാനം ലഭിക്കുന്ന സ്ഥാപനത്തിന് 40 ലക്ഷം രൂപയും 3ാം സ്ഥാനം ലഭിക്കുന്ന സ്ഥാപനത്തിന് 30 ലക്ഷം രൂപയും പുരസ്കാരം ലഭിക്കും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ സ്വരാജ് ട്രോഫി നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം: 1 നികുതി പിരിവ്, 2 പദ്ധതി വിനിയോഗം, 3 ഗ്രാമസഭകളുടെ നടത്തിപ്പ്, 4 സേവനങ്ങളുടെ ഗുണനിലവാരം. ഈ 4 മാനദണ്ഡമാണ് പ്രധാനമായി എടുക്കുന്നത്. ഇത് ശ്രദ്ധിച്ചോണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുമ്പോൾ വളരെ പ്രാധാന്യമുള്ള പോയിന്റ് ആണ്. സ്വരാജ് ട്രോഫി നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം: 1 നികുതി പിരിവ്, 2 പദ്ധതി വിനിയോഗം, 3 ഗ്രാമസഭകളുടെ നടത്തിപ്പ്, 4 സേവനങ്ങളുടെ ഗുണനിലവാരം. സ്വരാജ് ട്രോഫി ആരംഭിച്ച വർഷം 1995-96. അത് സ്വരാജ് ട്രോഫി എന്ന് നാമകരണം ചെയ്ത 1996-97 അപ്പൊ സ്വരാജ് ട്രോഫി ആരംഭിച്ച ഏത് വർഷമാണ്? 1995-96 അതിന് സ്വരാജ് ട്രോഫി എന്ന പേര് കൊടുത്ത ഏത് വർഷമാണ്? 1996-97 ആ ഒരു പേര് കൊടുക്കുന്നത്. ഇനി സ്വരാജ് ട്രോഫി എന്ന പേരിന് പിന്നിലെ പ്രചോദനം എന്താണ്? മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാം സ്വരാജ് എന്നൊരു കൺസെപ്റ്റ്. മഹാത്മാഗാന്ധിയുടെ ഈ പറഞ്ഞ
നമ്മൾ പലപ്പോഴും സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ പഠിക്കുമ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന കൺസെപ്റ്റിലൊന്നാണ് ഗ്രാമ സ്വരാജ് എന്ന് പറയുന്നത്. ഇനി മുനിസിപ്പാലിറ്റികൾക്ക് സ്വരാജ് ട്രോഫി ഏർപ്പെടുത്തിയത് 1999-2000-ലും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഏർപ്പെടുത്തിയ 2000-2001-ലുമാണ്. അപ്പം സ്വരാജ് ട്രോഫി ആരംഭിച്ചത് 1995-96-ൽ, സ്വരാജ് ട്രോഫി എന്ന പേര് നൽകിയ 96-97-ൽ, മുനിസിപ്പാലിറ്റികൾക്ക് നൽകി തുടങ്ങിയ 99-2000-ലും, അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും നൽകി തുടങ്ങിയ 2000-2001-ലുമാണ്. ഇനി കേരളത്തിൽ ആദ്യമായി ഈ ഒരു പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴി ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ് ഇത് ആദ്യമായിട്ട് സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്ത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ആദ്യമായി സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചതാണ് കഞ്ഞിക്കുഴി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കേരളത്തിൽ ആദ്യമായി സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കഞ്ഞിക്കുഴി, ആലപ്പുഴ ജില്ല. അത് സ്ഥിരമായിട്ട് GK-യിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് സ്വരാജ് ട്രോഫിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം സ്വരാജ് ട്രോഫി ജേതാക്കളെ കുറിച്ച് പഠിക്കണം. അതിനുശേഷം നമുക്കറിയാം ഓരോ കാറ്റഗറിയിലായിട്ട് ലൈഫ് മിഷൻ അവാർഡ് ഉണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിനുള്ള പുരസ്കാരമുണ്ട്, മഹാത്മാഗാന്ധി പുരസ്കാരമുണ്ട്, ട്രൈബൽ പ്ലസ് ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി കൃത്യമായിട്ട് വേർതിരിച്ച് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ മുൻപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.